പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ ഇതാ വീണ്ടും ഒരു ക്രിസ്മസ്. ഈ ക്രിസ്മസ് കാലയളവിൽ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു എന്ന് തോന്നത്തക്കവണ്ണം നമ്മുടെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്ന ചുറ്റുപാടുകളിൽ ക്രിസ്മസിൻ്റെ പ്രധാന ദൂതായി നമുക്ക് ചിന്തിക്കാവുന്നത് പ്രതീക്ഷയുടെ പൊൻപുലരി എന്ന ചിന്തയാണ്. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സാഹചര്യങ്ങളിലാണല്ലോ നമുക്ക് കൂടുതലായിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഉള്ള ആഹ്വാനം ലഭിക്കുന്നത്. ക്രിസ്മസ് ആരംഭിക്കുമ്പോൾ ആ സംഭവത്തിൽ അവിടെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ. ജോസഫ് എന്ന നീതിമാൻ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറ്റി മറിക്കപ്പെടുന്ന ചുറ്റുപാടുകൾ, തനിക്ക് വിവാഹമെന്ന സ്വപ്നം പൊലിയുന്നത് പോലുള്ള ചില ദുഃഖങ്ങൾ. എന്നാൽ അതിൻ്റെ മധ്യേ താൻ ഒരു നീതിമാനായിരുന്നതുകൊണ്ട്, ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിക്കണമെന്നുള്ള നീതിയുടെ സ്വഭാവം തനിക്കുണ്ടായിരുന്നതുകൊണ്ട്, തനിക്ക് വിവാഹം നിശ്ചയിച്ച ആ പെൺകുട്ടിയെ അവളുടെ മാന്യത സംരക്ഷിക്കുവാൻ തക്കവണ്ണം പരിപാലിക്കണം എന്ന് താൻ നിശ്ചയിച്ചുറയ്ക്കുകയാണ്. നീതിമാനായ ജോസഫ് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലാതെ ഈ വിവാഹത്തിൽ നിന്നുള്ളൊരു മോചനം രഹസ്യമായി നടത്താം എന്ന് ചിന്തിക്കുകയാണ്. നീതിമാനായ ജോസഫിന് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള കരുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ മാന്യതയും കാത്തുസൂക്ഷിക്കണമെന്ന് ജോസഫിന് നിർബന്ധമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടുന്നു. ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിനെ ആശ്വസിപ്പിക്കുന്നു, സാന്ത്വനപ്പെടുത്തുന്നു. ഭയപ്പെടേണ്ട, ഈ സ്ത്രീയെ ചേർത്തുകൊള്ളുന്നതിന് നീ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമാകുന്ന ശിശു ലോകരക്ഷിതാവായി സകല ജനത്തിൻ്റെയും പാപങ്ങളിൽ നിന്ന് അവർക്ക് വിമോചനം നൽകുന്ന ഒരു ശിശുവായി മാറും എന്ന് ഓർപ്പിക്കുകയും ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടുകയും ചെയ്യുമ്പോൾ നീതിമാനായ ജോസഫ് തൻ്റെ ജീവിത തീരുമാനങ്ങൾ മാറ്റുന്നു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ ക്രിസ്മസ് പ്രതീക്ഷയുടെ പൊൻപുലരി നമുക്കായി കാഴ്ചവെക്കുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ക്രിസ്മസ് സംഭവത്തിൽ ഒരു തച്ചനായ ജോസഫ് പ്രധാന ഒരു കണ്ണിയായി മാറുകയാണ്. ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ നാം അവിടെ കാണുന്നു ഒരു സാധാരണക്കാരനായ ഒരു തച്ചനായ ജോസഫ്. എന്നാൽ ജോസഫിന് നീതിയുടെ സ്വഭാവമുണ്ടായിരുന്നു. നീതിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള കരുതലുണ്ടായിരുന്നു. ആ കരുതലിൽ ദൈവം ജോസഫിനെ ശക്തിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടുന്നു. അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് അവന് അതുല്യമായൊരു ഭാഗ്യവും അവസ്ഥയും ലഭിക്കുന്നു. അതാണ് ക്രിസ്മസ്. പ്രതീക്ഷയുടെ പൊൻപുലരി ഇതാ നവാഗതമാകുന്നു. അതിന് ജോസഫ് തന്നെ വിധേയപ്പെടുത്തി. മാനവരാശിയുടെ പ്രതീക്ഷകൾ ഉണരുകയാണ്. പാപങ്ങളിൽ നിന്നുള്ള വിടുതലും വിമോചനവും അവർ പ്രാപിക്കുന്നു. അങ്ങനെ ക്രിസ്മസ് രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ ചുരുളഴിയുന്നത് നമുക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന ഒരു അനുഭവമായി നമുക്ക് സ്വീകരിക്കാം. ഇന്നുവരെയുള്ള എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രതികൂലങ്ങളിലും ദൈവ സാന്നിധ്യം, നമ്മോട് കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. നമുക്ക് ആശ്വസിക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ
09880221957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ വീണ്ടും ശ്രദ്ധിക്കൂ. 09880221957.